it out, yo. Wah, wah. I break it down. Yeah, yeah. I check it out, yo. Wah, wah. I bring the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. നിർത്തിക്കോ നീ അവനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവൻ്റെ കൂടെ നടക്കരുതെന്ന്. ഞാൻ എന്ത് ചെയ്യാന്? അവൻ എൻ്റെ പുറകെ വന്നില്ല. ഞാൻ എന്ത് ചെയ്യാന്? ഞാനെന്തിനാ ഇവൻ്റെ കൂടെയൊക്കെ ജീവിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. എനിക്ക് വയ്യ ഇവൻ്റെ കൂടെ ജീവിക്കാൻ. എടി സോറി എടി, ഞാൻ അടിച്ചു പോയില്ലേ. എൻ്റെ വിശ്വാസമില്ലാത്തവൻ്റെ കൂടെ എന്താ എനിക്ക് ജീവിക്കണം? പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ അറിയാലോ. ചിഞ്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് കൂട്ടിയിടരുതെന്ന്. ഞാൻ എന്ത് സ്നേഹത്തോടെ ഉണ്ടെങ്കിലും ഉണ്ടാക്കി വെച്ചാലും എന്തിനു കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു സമാധാനമില്ലല്ലേ? പെരുങ്ങിയോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. നാണമില്ലേ രണ്ട് മക്കളെ തന്തേ? ഒരാളെ കെട്ടിച്ചു വിട്ടു, ഇനി അടുത്ത ഒരാളെ കെട്ടിച്ചു വിടാറായി. ഓ പിന്നെ നീ ചിരിക്കണ്ട, നീ കേട്ടില്ല. അപ്പൊ ഇതിന്റെ ഇത് അറിഞ്ഞോളൂ. കാര്യത്തിൽ പേടിക്കണ്ട, എന്റെ ഭാര്യ ഞാൻ പൊന്നുമോള് നോക്കിക്കോളും. എന്നതാ കുഞ്ഞി ഈ മഴയത്ത് വന്നേക്കുന്നത്? ഇതാരാടി നിന്റെ മുഖത്തടിച്ചേ? അവനാ. എന്റെ അനിയത്തിന് തൊടാൻ മാത്രമായോ? ഞാൻ അവനെ വിശ്വസിച്ച് കെട്ടിച്ചത് എന്തിനാ? തല്ലാനാണോ? എടാ നീ അടങ്ങ്. അഗ്നി വേണ്ട. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? അവനൊന്നും കൊടുക്കണ്ടേ? എനിക്കറിയാടാ നിനക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ അനീതിനൊക്കെയാണെന്ന്. പക്ഷെ നീ ഒന്ന് ചിന്തിക്ക്, രണ്ടുപേരുടെ ഭാഗത്തും കൂടെ നമ്മൾ നോക്കണ്ടേ? അതേ മോനെ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ പ്രശ്നം അറിയാമല്ലോ. ആ, നിങ്ങൾ എന്തേലും കാണിക്കേ. ഇതെനിക്ക് ഉറക്കം വരാത്ത എന്താ? ഇന്ന് അവളെ അടിക്കേണ്ടായിരുന്നു. വെറുതെ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? വേണോ? സാരമില്ല. കോപ്പ് ഉറക്കം വരുന്നില്ലല്ലോ. ഇന്ന് അവൻ ഉറങ്ങി കാണോ? ഓ ഒന്ന് പോയേ. അവൻ എന്നെ അടിച്ചിട്ടല്ലേ, എന്തിനാ ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കണം? ഇതാരപ്പോ ഈ സമയത്ത് എന്നെ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ മതിലിന്റെ വണ്ടി കയറിയിരിക്കുന്നേ? ആ, എന്നെ നോക്കാനാണെങ്കിൽ ഞാൻ പോവാണ്. ജാനു, അരുത്, അങ്ങനെ ചെയ്യരുത്. ഐ എം സോറി, ഐ എം റിയലി റിയലി സോറി. എന്നെ കേട്ടാവൂ അകത്തോട്ട്? ഇവന്റെ ക്യൂട്ട്നെസ് കണ്ട ഞാൻ ഇപ്പൊ വീണ് പോവും. നോ ജാനു, ആ ഒന്ന് പോയി. എന്റെ ശാക്കരിയല്ലേ, എന്റെ പഞ്ഞാരിയല്ലേ. ഓ, ഇവന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് കേട്ടാതിരിക്കാനും തോന്നുന്നില്ല. കോപ്പ്. എന്നെ കേറി വാ. സത്യം. എന്നാ പിന്നെ ആ പുറകത്തെ ഡോർ അങ്ങ് ഓപ്പൺ ആക്കി വെക്ക്. ഓ ദാ വരുന്നു. അതൊക്കെ അന്നേരം ആലോചിക്കണായിരുന്നു. എടി, നിനക്കറിയാലോ അവൻ്റെ ആ വേട്ടപ്പാളിക സ്വഭാവം. അതുകൊണ്ടല്ലേ കഞ്ചാവലിയൊക്കെ ഉണ്ട് അവന്. അതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ടാ നിന്നോട് അവൻ്റെ കൂടെ നടക്കില്ലേ എന്നൊക്കെ പറയുന്നത്. അത് നിന്റെ വായ കൊണ്ട് പറയണായിരുന്നു, അല്ലാതെ എന്നെ അടിക്കുമല്ലായിരുന്നു ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അയ്യോ, ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് സിഗരറ്റ് അടിച്ചിട്ട് എനിക്ക് അവിടെ കിടക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഐ റിയലി സോറി, ഐ ലവ് യു.
ചിരിച്ച് അപ്പൊ എന്നോട് ക്ഷമിച്ചില്ലേ? ആരെ ചിരിച്ച്? ഞാനൊന്നും ചിരിച്ചില്ല. വീട്ടിൽ എന്നോട് കള്ളം പറയുന്നു. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ? അയ്യോ, എന്റെ സക്കടന് എന്റെ ക്യൂട്ട്നെസ് ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് പാടാ, നിന്നുണ്ടല്ലോ. അയ്യോടെ എൻ്റെ ക്യൂട്ടിപ്പി ഉറങ്ങുകയാണോ? അയ്യോടാ, എന്നെ രസം കാണേ. ജാനു, വാതില ഓർന്നേ, ചേട്ടൻ കേറട്ടെ ഇങ്ങോട്ട്. അയ്യോ, ഇപ്പൊ തുറക്കാനേ? വേഗം തുറക്ക് ജാനു. ആ ചേട്ടാ, ഇപ്പൊ തുറക്കാനേ. പട്ടി എന്താ? എടാ കളവ, ചേട്ടൻ നിന്നെ ഇവിടെ കണ്ട തീർന്നു. അയ്യോ, അവനെപ്പോഴേറ്റ്? അതൊന്നും പറയാൻ സമയമില്ല. കബോർഡിൽ പോയി ഒളിക്കേ. ബേബികൾ പേടിക്കില്ലേ, ഞാൻ ഒളിച്ചിട്ട് വരാം. ആ ക്യൂട്ടി പോയി. നിനക്ക് എന്താടി തുറക്കാൻ എത്ര താമസം? അയ്യോ, ഇതേ തുറന്നു. നീ എന്തിട്ട് ഇത്ര വൈകിയെ തുറക്കാൻ? അത് പിന്നെ ആ പുതപ്പൊന്ന് മടക്കി വെച്ചിട്ട് തുറക്കാന്ന് വിചാരിച്ചു. എന്റെ കുട്ടിക്ക് നല്ല ശീലമൊക്കെ തുടങ്ങിയോ? അയ്യോ, എന്റെ ക്യൂട്ടി പോയിന്റെ കരുത്തിൽ തീരാനായി. ആരാണത്? കള്ളനാണോ അല്ലെങ്കിൽ അവിഹിതമാണോടാ? എന്റെ പാവ ചെറുക്കിന് നീ പറ്റിച്ചില്ലടി. വേണ്ടതിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. അപ്പൊ അത് കള്ളൻ തന്നെ. നീ ആ കസേര എടുക്ക്, അവന്റെ തലയടിച്ച് പൊട്ടിക്കാം. അയ്യോ, എന്റെ കല്ലല്ലേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഇനി ജീവിക്കണേ. എടാ മരപ്പൊട്ട, സ്വന്തം ഭാര്യയുടെ വീട്ടില് ഭാര്യയുടെ കബോർഡിൽ ഒളിച്ചിരിക്കാൻ നാണോ ഇല്ലേടാ നിനക്ക്? ഞാൻ കണ്ടായിരുന്നു നീ യാത്ര വരുന്നത്, അതുകൊണ്ട് കയ്യോടെ പൊക്കാന്ന് വിചാരിച്ചു വന്നത്. ഓ, മനസ്സിനെ പേടിപ്പിക്കാൻ വേണ്ടി. ഇന്നലെ എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ മറ്റവന്മാരുടെ കൂടെ നടക്കരുതെന്ന് ഞാനും പറഞ്ഞിട്ടില്ലേ? അവന്മാരത്ര ശരിയല്ല. പിന്നെ അതും വിചാരിച്ച് എൻ്റെ കൊച്ചിനെ അടിക്കാൻ നോക്കിയാലോ. ഈ തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. മേലെ എൻ്റെ കൊച്ചിനെ അടിച്ചു വെക്കരുത്. ഒരിക്കലില്ല, എനിക്ക് അവളില്ലാതെ ജീവിക്കാനേ പറ്റൂല. അത് ഓർത്ത് വെച്ചേക്കണം. ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ പോവാ. അയ്യോ, അമ്മ വിളിച്ചെന്ന് തോന്നുന്നു, ഞാൻ പോട്ടെ. എടീ, അവിടെ നിക്കടി. അഗ്നി, നാളെ നമുക്ക് പുലർച്ചെ തറവാട്ടിലേക്ക് പോകണം. അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അച്ഛാ. ഈ തവണത്തെ ഉത്സവവും ഗംഭീരമായിട്ട് നടക്കും. അത് പിന്നെ പറയണ്ടല്ലോ അഗ്നി. എത്ര കാലമായി നമ്മൾ തന്നെ ഈ നേതൃത്വം വെക്കുന്നു. അതെല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുള്ളൂ. ഇത്തവണത്തെ ഉത്സവത്തിൽ കസിൻസ് എല്ലാം വരുന്നില്ലേ, അപ്പൊ ഗംഭീരമായിരിക്കും. പിന്നെ അല്ല എന്റെ മോളെ, നിനക്ക് ഇങ്ങോട്ട് വന്നോടെയായിരുന്നു. നമുക്കെന്നാ ഒരുമിച്ച് പുറപ്പെടായിരുന്നു. ആരുടെ ഫാമിലി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നേ. സാരമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ. അച്ഛാ, നമുക്ക് ഇറങ്ങാം. നീ റെഡിയായോ? എന്നാ പിന്നെ ഞാൻ വെക്കുവാ മോളെ, ഞങ്ങൾ ഇറങ്ങുവാ. ഓക്കെ. അവരെയും കൂട്ടി വേഗം തന്നെ വരണം കേട്ടോ. എന്നാ പിന്നെ ശരി, ബൈ. ബൈ. എടാ, നീ കുപ്പിക്കകത്ത് വെള്ളം എടുത്തോ? എടുത്തു. മനുഷ്യ, എനിക്ക് ഛർദിക്കാൻ കവർ എടുത്തോ? എടുത്തെടുത്ത്. നാരങ്ങ എടുത്ത്. ഓക്കെ, എന്നാ പിന്നെ ഇറങ്ങാം എല്ലാവരും. ഓക്കെ. അയ്യോ, എന്റെ ഗ്യാസ് ഞാൻ ഓഫ് ആക്കിയായിരുന്നു. ഓ മൈ ഗോഡ്, പോരാടി. അത് 150 ആണോ നമ്മൾ നോക്കിയായിരുന്നു. അതൊക്കെ ഓഫാ. ഓക്കെ. അതെ, നിങ്ങൾ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട്. ഏട്ടത്തി എന്ത് ചെയ്യാനാ, ബ്ലോക്കൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ട്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും ഏട്ടത്തി ഞങ്ങൾ പോയി ഫ്രഷ് ആവട്ടെ. 2 ഫ്രഷ് ആവാനോ എന്തേലും കണ്ടിക്ക് പോ. ഹലോ മിസ് 8 മണി കളി. ആൻറ്റി എന്നെ മിസ് ചെയ്തോ? പിന്നെ മിസ് ചെയ്യാതെ. ആൻറ്റി വണ്ടി ഓടിച്ച് വന്നുകൊണ്ട് നല്ല ടയേർഡ് ആൻറ്റി, അതുകൊണ്ട് ഞങ്ങൾ പോവാണേ. കുരുപ്പുകളെ വരുന്നുണ്ടോ? വെയിറ്റ്, എന്നെ കൂടെ കൊണ്ടുപോകുക.
അവിടെ നിക്ക അങ്ങോട്ട് ഇതെന്താ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുന്നേ? ശേ, കോഴിയോട് നിക്ക്. രാവിലെ തന്നെ മനസ്സിന് മെനക്കെടുത്താൻ ആരാണപ്പോ അത്? കോഴി നീ നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ജീവനോട് കറി വെക്കും കേട്ടോ. गुड मॉर्निंग। ये हंसी वादियाँ ये खुला आसमां आ गए हम कहाँ है मेरे साजना। इन बहारों में दिल की कली खिल गई मुझको तुम जो मिले हर खुशी मिल गई। तेरे होठों पे है हुस्न की बिजलियाँ तेरे गालों पे है जुल्फ की बदलियाँ। അല്ല പിന്നെ നീ നിന്നെ നിലത്തെടുക്കുന്നേ? കോഴിനെ പിടിക്കായിരുന്നു കറി വെക്കാൻ. കടയിൽ പോയി കോഴി വാങ്ങാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടുത്തെ കോഴി പിടിക്കണ്ടേ? ഇത് വളർത്തുന്ന കോഴിയാടി. സാരില്ല, പോയി കടയിൽ പോയി വാങ്ങിട്ട് വാ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. നീ എണീറ്റായിരുന്നോടാ? ഞാനിപ്പോ എണീറ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നാ വാ, ഞാൻ ചായ എടുത്തു തരാടാ. അയ്യോ എന്നെ ഞാൻ പല്ല് വെച്ചിട്ടില്ല. ഓ ആണോ? എന്നാ പോയി പല്ല് കേൾക്കും മോനെ. ഞാൻ അന്നേരപ്പേക്കിനും ചായ വെച്ച് എടുത്തു തരാം. ഓക്കെ ആൻറ്റി. അല്ല ഇപ്പൊ പോയത് ഏത് പെണ്ണാ? അത് നമ്മുടെ ഇവിടുത്തെ പുതിയ ജോലിക്കാരിയാ. ഇന്ന് വന്നതേ ഉള്ളൂ. അവളുടെ പേര് ദയാന്ന. നമ്മൾ ദൈവം എന്ന് വിളിക്കും. അവൾക്ക് അമ്മയില്ല, ഒരച്ഛനേ ഉള്ളൂ. പക്ഷെ അച്ഛനെ സുഖമില്ലാതെ കിടക്കുക. അപ്പം മരുന്നിനൊക്കെ നല്ല പൈസ ആയതുകൊണ്ട് ഒരു ദിവസം എന്നോട് ചോദിക്കാൻ വന്നു. അപ്പം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വെറുതെ വേണ്ട, എനിക്ക് ഇവിടുത്തെ ഏതിലും ജോലി തന്നെ, ഞാൻ ജോലി ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊടുത്തു. ഈ ജോലിയാണിത്. പിന്നെ രാവിലെ വന്നതാ. അപ്പം ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കെല്ലാം കൂടെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ ചിക്കൻ വാങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഒരു കോഴീൻ്റെ പുറകെ ഓളിലായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചിക്കൻ വാങ്ങാൻ. ഞാൻ കണ്ട്. അയ്യോ, എന്നാ പിന്നെ എന്നോട് പറഞ്ഞ പോരായിരുന്നു, ഞാൻ ഒരു കോഴി വാങ്ങിക്കൊണ്ട് വരുവില്ലായിരുന്നു. ശടാ, അത് മതിയായിരുന്നു. ആ പെണ്ണിനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകും. എന്നാ പിന്നെ നീ പോയി പല്ല് വെച്ചിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. ഓക്കെ. എന്താടാ രാവിലെ ഒരു ഒച്ച കേട്ടെ? അമ്മ കേൾക്കണേ, ഇവിടുത്തെ പുതിയ വേലക്കാരിയാണെന്നാ പറഞ്ഞേ. ആ മേടാണെങ്കിൽ ഇവിടെ കോഴിന് പുറകെ ഓടുമായിരുന്നു. എൻ്റെ അമ്മ കോഴപ്പടിയായിരുന്നു. എന്തിന്? കോഴിക്കറി വെക്കാൻ വേണ്ടി. ആൻറ്റി പറഞ്ഞു കോഴിക്കറി വെക്കാൻ ഒരു കോഴീനെ കൊണ്ട് ഇവിടെ വളർത്തുന്ന കോഴീനെ അങ്ങ് പുറകെ അങ്ങോട്ട് പിടിച്ച ആ പെണ്ണ്. ഇവിടുത്തെ കോഴീനെ പിടിക്കാൻ വേണ്ടി അത് പെണ്ണ് വട്ടം കറങ്ങുമായിരുന്നു. അയ്യോ, എന്നിട്ട് വീണ്. അയ്യോ പാങ്കൊച്ച്. എന്നിട്ട് ആൻറ്റി കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ഞാൻ താഴെ ചെല്ലട്ടെ. ഞാൻ പല്ല് വെച്ചിട്ട് വരാം. ആൻറ്റി ഞാൻ എത്തി. ഇത് മറ്റേ മുട്ടനല്ലേ?